നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 8-നെന്ന് സൂചന. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളാൻ NDA യോഗം അല്പസമയത്തിനകം ചേരും. അതിനിടെ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ജിൽബി, എന്തൊക്കെയാണ് NDA യോഗത്തിന്റെ വിശദാംശങ്ങൾ? NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഈ മാസം 8-ാം തീയതി എന്ന സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് തൻ്റെ രാജിക്കത്ത് കൈമാറി. ഈ മാസം 8-ാം തീയതി 3-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് ചേരുന്ന NDA യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കും. അതേസമയം തന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നത്തെ NDA യോഗത്തിൽ അവതരിപ്പിക്കും. അത് ഏത് രീതിയിൽ BJP നേതൃത്വം പരിഗണിക്കുന്നു എന്നുള്ളതായിരിക്കും മന്ത്രിസഭാ സത്യപ്രതിജ്ഞ സംബന്ധിച്ച കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ NDA യോഗത്തിന് ശേഷം പുറത്തു വരും എന്നുള്ള സൂചനയാണ്. എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 ക്യാബിനറ്റ് മന്ത്രി പദവി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. നിതീഷ് കുമാർ 3 ക്യാബിനറ്റ് പദവികൾ തൻ്റെ പാർട്ടിക്ക് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന് അവകാശവാദം ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ചില വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും ജിൽബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. ജിൽബി, എന്താണ് NDA യോഗത്തിന്റെ വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ NDA യോഗം ചേരും. അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ അമിത്ഷാ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ യോഗത്തിന് മുന്നോടിയായി അമിത്ഷാ മോദിയുമായിട്ട് ചർച്ച നടത്താനാണ് ഇത്തരത്തിൽ ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഈ NDA യോഗത്തിൽ തന്നെ ഒരു തീരുമാനം, ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ NDA എടുക്കുമെന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ അതിനൊരു അന്തിമ രൂപം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നിലവിൽ ഇന്ത്യ സഖ്യവും ശക്തമായ രീതിയിൽ ഈ സർക്കാർ രൂപീകരണ ചർച്ചകളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുന്നതിന് മുന്നേ തന്നെ വേഗത്തിൽ ഒരു സർക്കാർ ഇപ്പോൾ ജൂൺ 8-ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതി ഭവനിൽ പോയി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ യോഗത്തിന് ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നു. നിതീഷ് കുമാർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും 240 സീറ്റുകൾ മാത്രം നേടാനേ ഈ തവണ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിനാൽ തന്നെ 272 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇനിയും 32 സീറ്റുകളുടെ കുറവുകളുണ്ട്. അതിനാൽ ആ ഒരു ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഈ മറ്റ് സഖ്യ കക്ഷികളുടെ ഒക്കെ അവരെയൊക്കെ വിലപേശിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ NDA സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോൾ നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡും ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഈ NDA യോഗത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇപ്പോൾ JDU ആയിക്കോട്ടെ, അതുപോലെ തന്നെ TDP ആയിക്കോട്ടെ, ഉപാധികളൊക്കെ മുമ്പോട്ട് വെച്ചു കഴിഞ്ഞു. അതായത് 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ഒരു ആവശ്യം JDU മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രി പദത്തിൽ TDPക്ക് വേണം, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി പദം വേണമെന്നുള്ള ഒരു അവകാശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം 1 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും 1 ക്യാബിനറ്റും അതുപോലെ തന്നെ സഹമന്ത്രി സ്ഥാനവും വേണമെന്നുള്ള ആവശ്യമൊക്കെ അറിയിച്ചു എന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾക്കൊക്കെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിതീഷ് കുമാർ ആയിക്കോട്ടെ, ചന്ദ്രബാബു നായിഡു ആയിട്ടൊക്കെ ഇവരൊക്കെ വെക്കുന്ന ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടായിരിക്കാം ഒരു സർക്കാർ രൂപീകരണത്തിലേക്കുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എന്തായാലും ഈ NDA യോഗത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ NDA യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ യോഗം തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷമി.